ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്ത് വന്നിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ച് തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു താങ്ക് യു താങ്ക് യു. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഇത് ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കണ്ടു തുടങ്ങുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതായിരിക്കും. ജനറൽ റീഡിംഗ് ആണ് ഇത്, പേഴ്സണൽ റീഡിംഗ് അല്ല. ഒന്നിലധികം ആൾക്കാർ കാണുന്നത് കൊണ്ട്, ഒന്നിലധികം എനർജി കടന്നു വരുന്നത് കൊണ്ട് നിങ്ങളുടെ എനർജി മാത്രം എടുക്കുക, അല്ലാത്തത് മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുക. അടുത്ത റീഡിങ്ങിൽ നിങ്ങളുടെ എനർജി കാണുന്നതായിരിക്കും. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ എനർജി, എൻ്റെ വ്യൂസിനെ പ്രതി, വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്? ടു ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു. താങ്ക് യു യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ്ങിന് വേണ്ടി എന്നെയും എൻ്റെ കാർഡിനെയും യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിലേക്ക് സമർപ്പിക്കുന്നു. 3 ഓഫ് കപ്പാണ് ഓവറോൾ എനർജി വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് നിങ്ങൾ മാസവും അതുപോലെ എടുക്കുക. 2 വന്നിട്ടുണ്ട്, 2-ാം മാസം. ഓക്കെ, 8, 5, 15, 6 ആവർത്തിച്ച് വന്നിട്ടുണ്ട്. 7, 16, 3 വന്നിട്ടുണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ജെമിനി, ലിബ്ര, അക്വേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, സ്കോർപ്പിയോ, സ്പൈസീസ്. ഓക്കെ, എല്ലാ സോഡിയക് സൈനും വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ 2 സിറ്റുവേഷനിൽ നിങ്ങളെ പ്രതി ജഗ്ലിംഗ് സിറ്റുവേഷനിലാണ്. 2 സിറ്റുവേഷനിൽ നിങ്ങളെ പ്രതി ജഗ്ലിംഗ് ആണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളോട് ചെറിയ ദേഷ്യം ഉള്ള സമയമാണ്. നിങ്ങൾ തങ്ങളിൽ സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഈ അടുത്ത സമയത്ത് തന്നെ ദ എംപററാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഒന്നോ അതിലധികമോ ആൾക്കാരെ വെച്ച് നിങ്ങളെ കമ്പയർ ചെയ്യുന്ന അവസ്ഥ, അത് നിങ്ങൾ ചോദിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ട്. ഒന്നുകിൽ തേർഡ് പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ജോലി ആയിരിക്കാം. ആ ഒരു സംഭവത്തിൽ നിങ്ങൾ അങ്ങോട്ട് നിങ്ങളുടെ പേഴ്സണോട് ചോദിക്കുകയും അതേ ചൊല്ലി നിങ്ങൾ തങ്ങളെ ചെറിയൊരു വാക്ക് തർക്കത്തിന് ഇടയായിട്ടുണ്ട് എന്ന് കാണിക്കുന്നു. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, സ്ട്രെങ്തിൻ്റെ കാർഡ് കൂടി വന്നിട്ടുണ്ട്. ക്വീൻ ഓഫ് സോഡാണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിലേക്ക് കടന്നു വരാൻ ഒരു ഭയമാണ്. കാരണം നിങ്ങൾക്ക് സത്യാവസ്ഥ, നിങ്ങളുടെ പേഴ്സൻ്റെ റിലേഷൻഷിപ്പിൽ, പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങൾ പലതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് നിങ്ങളിപ്പോൾ സ്ട്രോങ് ആയിരിക്കുന്നു. നിങ്ങളിപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ മുന്നിൽ താണ് വീണ് കരഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ പ്രകടമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇത് കണ്ട് നിങ്ങളുടെ പേഴ്സന് നിങ്ങളെ ഭരിക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളെ താഴ്ത്തി കെട്ടുവാനോ നിങ്ങളെ കരയിപ്പിക്കാനോ കഴിയാത്ത അവസ്ഥയിൽ നിങ്ങളുടെ പേഴ്സൻ്റെ മാനസിക ധൈര്യം താഴ്ന്നിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. 2 ഓഫ് കപ്പിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിനെ പ്രതി, വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എന്തുകൊണ്ടാണ് 2 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? ഹാങ്ഡ് മാൻ ആണ്. ഒരുപാട് സ്നേഹിച്ചിരുന്ന വ്യക്തികളായിരുന്നു നിങ്ങൾ. ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് കണക്ഷനിലുള്ള വ്യക്തികളായിരുന്നു നിങ്ങൾ. പക്ഷേ ഈ ഒരു സമയത്ത് ദ ഹൈ പ്രീസ്റ്റസ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അൺകണ്ടീഷണലായിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും സപ്പോർട്ടോടു കൂടി നിന്നിരുന്ന വ്യക്തികളായിരുന്നു. പക്ഷേ ഒരു തേർഡ് പാർട്ടിയുടെ കടന്നുവരവോടുകൂടി നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ
നിങ്ങളുടെ മുന്നിൽ ഹാങ്ഡ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. ഓക്കെ, എന്ത് വേണം, നിങ്ങളെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണമോ തേർഡ് പാർട്ടിയെ സ്വീകരിക്കണമോ എന്നൊന്നും അറിയാത്ത ഒരവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ നിങ്ങളുടെ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വീകരിക്കാനും വയ്യ, എന്നാൽ തേർഡ് പാർട്ടിയെ സ്വീകരിക്കണോ ഏതാണ് എന്നുള്ള അവസ്ഥയിൽ കൺഫ്യൂഷൻ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ റിലേഷനിൽ ഈ ഒരു എനർജി ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. ആകുന്നവർ മാത്രം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഹാങ്ഡ് സിറ്റുവേഷനിലാണ് എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. യൂണിവേഴ്സ്, എൻ്റെ പേഴ്സൻ്റെ ഹാങ്ഡ് സിറ്റുവേഷൻ എല്ലാം മാറി പഴയതുപോലെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം എന്നിലേക്ക് വന്നു, അതിനായി നന്ദി എന്നുള്ള രീതിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് അഫർമേഷൻ ആകുന്നതാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ 5 ഓഫ് വാൻസ് വന്നിരിക്കുന്നത്? ഒരു ചെറിയ വാക്ക് തർക്കം നിങ്ങളുടെ ഇടയിൽ ഈ അടുത്ത ദിവസങ്ങളിലായിട്ടോ അല്ലെങ്കിൽ ഇന്നേ ദിവസങ്ങളിലോ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ചെറിയ വാക്ക് തർക്കങ്ങളായിരിക്കാം. ഓക്കെ, 3 പേജ് ഓഫ് പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഓഫറിനെ ചൊല്ലി, നിങ്ങൾക്ക് എന്താണ് മെസ്സേജ് അയക്കാത്തത്, നിങ്ങൾക്ക് എന്താണ് കോൾ ചെയ്യാത്തത് എന്നതിനെ ചൊല്ലി ഒരു ചെറിയ വാക്ക് തർക്കത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ്, കോള് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ ഒന്ന് കാണാത്തതിൽ നിങ്ങൾ മാനസികമായി തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. നിങ്ങളുടെ ചുറ്റും എന്തെല്ലാം സന്തോഷമുണ്ടെങ്കിലും നിങ്ങൾ അതിലൊന്നും ഹാപ്പിയായി ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങൾ കോൺഫ്ലിക്റ്റ് ആണ്. ഒന്നുകിൽ നിങ്ങൾ പരസ്പരം വഴക്കുണ്ടാക്കുന്നു, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഇതുപോലെ എന്തുകൊണ്ട് എന്നെ വേണ്ടാതെയാക്കിയോ, എന്നെ ഉപേക്ഷിച്ചോ, എന്താണ് എന്നിലേക്ക് കോള് മെസ്സേജൊന്നും വരാത്തത് എന്നുള്ള കാര്യത്തെ ചൊല്ലി നിങ്ങളുടെ മനസ്സ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അടിയുണ്ടാക്കുന്ന എന്നുവെച്ചാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ചിന്തിച്ച് നിങ്ങളുടെ മനസ്സ് വിഭ്രാന്തിയിലോട്ട് പോകുന്ന അവസ്ഥ കാണുന്നുണ്ട്. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. എങ്കിലും ഒന്ന് വിളിച്ചില്ലല്ലോ, ഓണമായിട്ട് പോലും എനിക്കൊരു മെസ്സേജ് പോലും അയച്ചില്ലല്ലോ എന്നുള്ള വിഷമങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഫീൽ ചെയ്യുന്ന അവസ്ഥ കാണുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ ക്യൂൻ ഓഫ് വാൻസ് വന്നിരിക്കുന്നത്? 3 ഓഫ് കപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്ക് യാതൊരു ശ്രദ്ധയും ഇല്ലാത്ത അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു. അവരുടെ ശ്രദ്ധ മുഴുവനും നിങ്ങളെന്നുള്ളൊരു വ്യക്തി ഒരിക്കലും വിട്ടു പോകില്ല എന്ന് നിങ്ങളുടെ പേഴ്സണ് കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ സന്തോഷിക്കുന്നതും അല്ലെങ്കിൽ ശ്രദ്ധ മുഴുവനും കൊടുത്തിരിക്കുന്നത് മറ്റ് വ്യക്തികളിലോട്ടാണ്. ഓക്കെ, 3 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. അങ്ങനെ തേർഡ് പാർട്ടിയിലേക്ക് ചിലപ്പോൾ അവരുടെ പേരൻസ് ആയിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ഒരു വ്യക്തി ആയിരിക്കാം, അതല്ലെങ്കിൽ ജോലി ആയിരിക്കാം. അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് മാത്രമാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്നത്. നിങ്ങളെന്നുള്ളൊരു വ്യക്തിയിൽ യാതൊരു ശ്രദ്ധയും നിങ്ങളുടെ പേഴ്സൺ തരുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു എന്നല്ല, ഒരു ടവർ വന്നു എന്നുള്ളതല്ല, പക്ഷെ നിങ്ങളിലേക്ക് ശ്രദ്ധ തരുന്നില്ല. നിങ്ങൾക്ക് കോള് മെസ്സേജ് തരാനുള്ള മാനസിക അവസ്ഥയിലല്ല നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് വാൻസ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് വാൻസ് വന്നിരിക്കുന്നത്? 2 ഓഫ് കപ്പാണ്. കണ്ടീഷണലായിട്ട് സ്നേഹിച്ചിരുന്ന വ്യക്തികളായിരുന്നു നിങ്ങൾ. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരണമെന്നും അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിച്ച സമയത്ത് ആദ്യ കാലങ്ങളിൽ നിങ്ങൾ എങ്ങനെയായിരുന്നോ ആ ഒരു സമയത്ത് അനുഭവങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം ഓർക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കോളും മെസ്സേജൊന്നും വരുന്നില്ല എങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചും നിങ്ങളുടെ കെയറിനെക്കുറിച്ചും നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരുന്ന വിജയത്തെക്കുറിച്ചും ഒക്കെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആലോചിക്കുന്നുണ്ട്. ചില വ്യക്തികൾക്ക് ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വന്ന് നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നതിന് ഒരു ചാൻസും കൂടി കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പ്രാർത്ഥിച്ചതിനും അഫർമേഷൻ ചെയ്തതിനും സെൽഫ് ലവ് ചെയ്തതിനും ഒരു പോസിറ്റീവ് എനർജി കൂടി ഇവിടെ കാണുന്നുണ്ട്. ഇത് പോസിറ്റീവ് എനർജി സ്വീകരിച്ച വ്യക്തികൾക്ക് മാത്രമാണ് സെൽഫ് കോൺഫിഡൻസോട് കൂടി നിങ്ങളെ തന്നെ സ്നേഹിച്ച് തുടങ്ങിയ വ്യക്തികൾക്ക് ഒരു റീയൂണിയനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, കരഞ്ഞ് വിഷമിച്ച് നെഗറ്റീവ് തോട്ട് എടുക്കുന്നവർക്കല്ല, പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ച് സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് സ്വന്തം കാര്യങ്ങളിൽ നോക്കി സ്വന്തം സോളിനെ ഹാപ്പിയാക്കി വെക്കുന്നവർക്ക് ഒരു റീയൂണിയനുള്ള സാധ്യത കാണുന്നുണ്ട്. കോളോ മെസ്സേജോ ഇന്നേ ദിവസം തന്നെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് വാൻസ് വന്നിരിക്കുന്നത്?
നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നിങ്ങളെന്നുള്ളൊരു വ്യക്തി ഒരു അൺകണ്ടീഷണലായിട്ട് സ്നേഹിച്ചിരുന്ന എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അവരിയ്ക്കുന്ന സിറ്റുവേഷൻ എന്ന് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഹാങ്ഡ് ആയതുകൊണ്ട് ഓർക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളിലേക്ക് കടന്നു വരാൻ കഴിയാത്ത വണ്ണം സ്റ്റക്കായിരിക്കുന്ന അവസ്ഥയാണ്. നിങ്ങൾ എന്ത് പ്രശ്നത്തെയും നിങ്ങൾ അത് കൺട്രോൾ ചെയ്ത് പോകാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങളെന്ന് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു സമാധാനമായിരുന്നു എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. പക്ഷേ സ്റ്റക്ക് സിറ്റുവേഷനാണ്, നിങ്ങളിലേക്ക് കടന്നു വരാൻ പറ്റുന്നില്ല. ദൂരെ നിന്നെങ്കിലും നിങ്ങളെ ഒരു നോക്ക് കാണുന്നുണ്ട്, പക്ഷേ ഈഗോ അനുവദിക്കുന്നില്ല നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. നിങ്ങൾ വിളിക്കുക കോള് ചെയ്യുമ്പോൾ ഒരു പക്ഷേ നിങ്ങളോട് ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കുന്ന ഒരു പ്രവണത കൂടി കാണുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ ടവർ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ടവർ വന്നിരിക്കുന്നത്? പ്രത്യക്ഷമായിട്ട് നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ ഈ എനർജികൾ സമ്മതിക്കുന്നില്ല. ഓക്കെ, ജഡ്ജ്മെൻ്റാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇതുവരെയും നിങ്ങൾ കരഞ്ഞു തീർത്തതിന് അല്ലെങ്കിൽ നിങ്ങൾ ദുഃഖിച്ച അവസ്ഥയ്ക്ക് ടവർ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കാണിച്ചതിനെല്ലാം ഒരു വലിയ കർമ്മ നിങ്ങളുടെ പേഴ്സൻ്റെ നേരെ വരാൻ പോകുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളെ എത്രത്തോളമാണോ വേദനിപ്പിച്ചതിൻ്റെ ആക്കം പോലെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് ഒരു കർമ്മ വന്നു ചേരാൻ പോകുന്നു. ജഡ്ജിമെൻ്റാണ്. മാലാഖ കാഹളം ഊതിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ടവർ വരാൻ പോകുന്നു. എന്താണോ നിങ്ങളോട് കാണിച്ച അനീതി, അതിനുള്ള ഏറ്റവും വലിയ ഒരു മേജർ ആർക്കാന കാർഡാണ് ഈ വന്നിരിക്കുന്നത്. ലൈഫിൽ എന്തോ വലിയ പ്രശ്നങ്ങൾ ലൈഫിൽ വരാൻ പോകുന്നു. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളോട് ചെയ്തതിന് അത്രയും വലിയ കർമ്മയൊന്നും കൊടുക്കാതെ ചെറിയ കർമ്മ കൊടുത്ത് അവരെ തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരട്ടെ. ഓക്കെ, വലിയ പ്രശ്നങ്ങളൊന്നും അവരുടെ ലൈഫിൽ ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, ഒരു കാർമിക് സിറ്റുവേഷനാണ് അവർ പോയിരിക്കുന്നത്. നമ്മുടെ ഏത് കർമ്മയിൽ കൂടിയാണോ അതിലൊക്കെ കടന്നു പോയേ മതിയാകൂ. അങ്ങനെ അവർ കടന്നു പോയതാണെന്ന് വിചാരിക്കുക. ഓക്കെ, അവർ നിങ്ങളിലേക്ക് വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ത് കാർമിക് സിറ്റുവേഷനാണ്. ദ ടവറാണ് വന്നിരിക്കുന്നത്. എന്ത് കാർമിക് സിറ്റുവേഷനാണ് ഉടൻ തന്നെ അനുഭവിക്കാൻ പോകുന്നത്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ എന്ത് കാർമിക് സിറ്റുവേഷനാണ് ഉടൻ തന്നെ അനുഭവിക്കാൻ പോകുന്നത്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് വരാൻ പോകുന്നു. ജോലി തടസ്സം, നിൽക്കുന്ന ജോലിയിൽ നിന്നും നിങ്ങളുടെ പേഴ്സന് തടസ്സമുണ്ടാകുന്നു. ചിലപ്പോൾ സാമ്പത്തിക ഇത് വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് വേദനിപ്പിച്ചത്. ഒരുപാട് സാമ്പത്തിക ഭദ്രത ഉള്ള വ്യക്തിയായിരിക്കും. അതിൻ്റെ അഹങ്കാരം, ഈഗോ എല്ലാം നിങ്ങളോടത്ത് കാണിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അതിന് ഒരു ടവർ വരാൻ പോകുന്നു. സാമ്പത്തികം അല്ലെങ്കിൽ ജോലി, കരിയർ എല്ലാം നിലയ്ക്കാൻ പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. മറ്റ് ചില വ്യക്തികൾക്ക് ചില കേസുകളിൽ പെടാൻ പോകുന്നു. തേർഡ് പാർട്ടിയുടെ ഭാഗത്ത് നിന്നായിരിക്കാം ചില കേസുകളിൽ പെടാൻ പോകുന്നു. ടവറാണ് വന്നിരിക്കുന്നത്. വീണ്ടും ടവറാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് നല്ലതുപോലെ പ്രാർത്ഥിച്ചോളൂ. നിങ്ങളുടെ പേഴ്സണ് വലിയൊരു കർമ്മയാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ സഹിക്കുന്നതിനും അതിനെ കടന്നു പോകുന്നതിനും നിങ്ങൾ പ്രാർത്ഥിക്കുക. ജസ്റ്റിസ് വരുന്നുണ്ട്. ടവർ വന്നിട്ടുണ്ട്. വീണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് വളരെ വലുതായിട്ട് തന്നെ സംഭവിക്കാൻ പോകുന്നു. നിയമപരമായിട്ട് കേസ്, കോടതി, പോലീസ് കേസ് എന്നുള്ള കാര്യങ്ങളിലെല്ലാം നിങ്ങളുടെ പേഴ്സൺ ചെന്നെത്താൻ പോകുന്നു. 6 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്രണ്ട്സ് തന്നെ നിങ്ങളുടെ പേഴ്സണെ ചതിക്കുന്നതാണ്. ഓക്കെ, കൂടെ നിൽക്കുന്ന വ്യക്തി ആരായിരിക്കാം? തേർഡ് പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ആയിരിക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ തീരുമാനം ലൈഫിൽ മുന്നോട്ടുള്ള യാതൊരു കാര്യങ്ങൾക്കും ക്ലാരിറ്റി ഇല്ലാണ്ടാവുന്ന അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ് സ്റ്റോപ്പ് ആവാൻ പോകുന്നു. മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എല്ലാത്തിനും ഒരു മന്ദഗതി വരാൻ പോകുന്നു. സാമ്പത്തികം അവരെന്താണോ അഫർമേഷൻ ചെയ്തത് അല്ലെങ്കിൽ അവർ സെറ്റ് ചെയ്ത ഗോൾ എന്താണോ അതിന് ഇനി മുന്നോട്ട് പോകാൻ വയ്യാത്ത വിധം തടസ്സപ്പെടാൻ പോകുന്നു. 9 ഓഫ് കപ്പാണ് ഓവറോൾ എനർജി വന്നിരിക്കുന്നത്. ആ 9 ഓഫ് കപ്പ്
അവസാനിക്കാൻ പോകുന്നു. അവർ വിചാരിച്ചു എല്ലാം അവർക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം അവസാനമാണ് വന്നിരിക്കുന്നത്. അവരുടെ യാത്രയ്ക്ക് തടസ്സമാണ് വരുന്നത്. അവർ എത്രയും പെട്ടെന്ന് അവരുടെ ലൈഫിൽ സംഭവിക്കുമെന്ന് വിചാരിച്ചതിന് അവസാനമാണ് സംഭവിക്കുന്നത്. അത് മുന്നോട്ട് പോകാത്ത വണ്ണം ടവർ വന്നിരിക്കുകയാണ്. അവർ എന്തിനെങ്കിലും ഓഫർ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾക്കോ പുതിയ കല്യാണത്തിനോ അങ്ങനെ എന്തെങ്കിലും അവർ പുതിയതായിട്ട് ഇറങ്ങിത്തിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ടവറാണ് വന്നിരിക്കുന്നത്. മുന്നോട്ട് പോകത്തില്ല. അവരിതെല്ലാം വിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വന്നെങ്കിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അഫർമേഷനാണ്, നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പം ഇതാണ് റീഡിങ്. ടവറിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സണ് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. നല്ല രീതിയിൽ 2 ടവറാണ് ഇവിടെ വന്നിരിക്കുന്നത്. 2 കാർഡിലും ടവറാണ്. നിങ്ങളുടെ പേഴ്സൺ സഹിക്കുന്നതിലും അപ്പുറമായിരിക്കും കർമ്മ അനുഭവിക്കാൻ പോകുന്നത്. ഓക്കെ, പ്രാർത്ഥിക്കുക. നിങ്ങളടുത്ത് അതിക്രൂരമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം വേദനിപ്പിച്ച വ്യക്തികൾക്കായിരിക്കും കർമ്മ വരാൻ പോകുന്നത്. മറ്റുള്ളവർ അത്രത്തോളം ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഒരുപാട് വേദനിപ്പിച്ച് നിങ്ങളെ തകർത്ത് പോയിട്ടുള്ള വ്യക്തികൾക്കാണ് കർമ്മ അനുഭവിക്കുന്നത്. ചെറിയ ശിക്ഷകൾ അനുഭവിച്ചെങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് കടന്നു വരാൻ നിങ്ങളുടെ പേഴ്സൺ തയ്യാറാകുകയുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഈഗോ എന്ന് നശിക്കത്തില്ല. അതുകൊണ്ട് കർമ്മ അനുഭവിക്കട്ടെ, കർമ്മ അനുഭവിച്ചേ മതിയാകും. അത് ഞാനും നിങ്ങളും ആരുമായിരുന്നാലും ചെയ്യുന്ന പ്രവൃത്തിയുടെ കർമ്മ, നമ്മുടെ വായിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള വാക്കുണ്ടെങ്കിൽ നമ്മൾ കാരണം മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കർമ്മ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ വിചാരിക്കുന്ന അയ്യോ ഞാൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല, മനസ്സ് കൊണ്ടുപോലും ആരെയും വേദനിപ്പിച്ചിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ നമ്മളുടെ ഓരോ വാക്കും പ്രവൃത്തിയും ചില വ്യക്തികളിലെങ്കിലും വേദനയുണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. നമ്മൾ തമാശ രൂപേണയായിരിക്കും ചില കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ അത് കേൾക്കുന്ന വ്യക്തിക്ക് തമാശ ആയിരിക്കണമെന്നില്ല, അത് അനുഭവിച്ച വ്യക്തിക്ക് തമാശ ആകണമെന്നില്ല. അവരുടെ ഹൃദയം പിടയും. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അപമാനിച്ചു എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ കൂടി അവർ കടന്നു പോയും. പക്ഷെ ആ ഒരു സമയത്തും നമ്മൾ കർമ്മ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ വാക്കും പ്രവൃത്തിയും നമ്മൾ സൂക്ഷിച്ചില്ല എങ്കിൽ നമുക്ക് കർമ്മ വരും. അപ്പം നമ്മളും സൂക്ഷിക്കുക. അപ്പം നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാവർക്കും റീഡിങ് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറക്കില്ലല്ലേ? മറക്കില്ലല്ലോ. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു.